ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് വെറും 2 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഒഴിച്ചു കറിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിനധികം പച്ചക്കറികളുടെ ഒന്നും ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ വീട്ടിൽ ഇനി പച്ചക്കറികളൊന്നും ഇല്ലെങ്കിൽ എന്ത് കറി വെക്കും എന്ന ടെൻഷൻ വേണ്ട. ഈ ഒരു കറി നിങ്ങൾക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുമ്പായി ഇതുവരെയും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇതാണ് ഈ ഒരു കറി ഉണ്ടാക്കാൻ മെയിനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ്. ഒരു അരക്കപ്പ് തേങ്ങ ചിരകിയത്, ഒരു പച്ചമുളക്, ഒരു കഷണം ഇഞ്ചി. ഇനി നമുക്കിതെല്ലാം കൂടി ഇതുപോലൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഉച്ചയൂണിൻ്റെ കൂടെ ഈ ഒരു കറി ഉണ്ടെങ്കിൽ ദഹനത്തിനൊക്കെ വളരെ നല്ലതാണ്. നമ്മുടെ പറശ്ശിനി അമ്പലത്തിലൊക്കെ ഉച്ചയൂണിന് ഇതുപോലൊരു ഇഞ്ചിത്തൈര് കറിയും ഒരു പരിപ്പ് കറിയാണ് ഉണ്ടാവുക. എനിക്ക് ആ കോമ്പിനേഷൻ വളരെ ഇഷ്ടമാണ്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് തൈരാണ്. ഏകദേശം ഒരു 1/4 കപ്പ് തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിനി നല്ല പുളി ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ കുറച്ചുകൂടി അധികം തൈര് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ തൈരിൻ്റെ പുളിക്കനുസരിച്ചും ഈ ചേർക്കുന്ന തൈരിൻ്റെ അളവിൽ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇനി ആദ്യം നമുക്കിതൊന്ന് ചതച്ചെടുക്കാം. അതിനുശേഷം വെള്ളം വേണമെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഒന്ന് അരച്ചെടുക്കാം. ആദ്യം തന്നെ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കേണ്ട, കാരണം നമ്മൾ തൈര് ഓൾറെഡി ചേർത്ത് കൊടുത്തത് കൊണ്ട് ആദ്യം തന്നെ വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ ചിലപ്പോൾ വെള്ളം കൂടുതലായി പോകും. അപ്പോൾ അത് അരഞ്ഞു കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാനൊരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ കടുക് ഒന്ന് ചതച്ചെടുക്കണം. ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തെടുക്കുകയേ വേണ്ടൂ. അധിക നേരം അരച്ചാൽ ആ കടുക് അങ്ങ് അരഞ്ഞു പോകും. അപ്പോൾ ഈ കറിക്കൊരു കയ്പ്പ് രസം ഉണ്ടാകും. അപ്പോൾ ഇത് കടുക് നമ്മൾ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അരച്ച മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ കറി തിളപ്പിച്ചെടുക്കുന്നില്ല, അതുകൊണ്ട് തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന വെള്ളം തിളപ്പിച്ചാറിയ വെള്ളം വേണം ചേർത്ത് കൊടുക്കാൻ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് അരച്ചെടുക്കുമ്പോഴും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഈ ഒരു കറി ഇപ്പോഴും കുറച്ച് തിക്കായിട്ടാണുള്ളത്. ഇനി ഇതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് പുളി കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് തൈര് ചേർത്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ തിളപ്പിച്ചാറിയ വെള്ളം ചേർത്ത് കൊടുത്ത് കുറച്ചുകൂടി ഒന്ന് ലൂസാക്കി എടുക്കാം. കുറച്ചൊരു ലൂസിലാണ് ഈ ഒരു കറി ടേസ്റ്റ് ഉണ്ടാവുക. പുളി കുറവായതുകൊണ്ട് ഞാനൊരു 1/4 കപ്പ് തൈര് കൂടി മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഇരിക്കണം കറി. ഈ ഒരു കറി നമ്മൾ ചോറിലേക്ക് ഒരുപാട് ഒഴിച്ച് കഴിക്കണം. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകും. അപ്പോൾ വളരെ എളുപ്പത്തിൽ തീ കത്തിക്കാതെ വേവിക്കാതെ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു താളിപ്പ് ഉണ്ടാക്കാം. അതിനായിട്ട് ഇതുപോലൊരു പാത്രത്തിൽ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരുന്നു. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കടുക് ഒന്ന് പൊട്ടിക്കഴിയുമ്പോൾ ഒരു വറ്റൽമുളക് കീറിയതും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് ഈ ഒരു കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് വെറും 2 മിനിറ്റ് കൊണ്ട് നമ്മുടെ കറി ഇവിടെ റെഡിയായി കഴിഞ്ഞു. നമുക്കിത് മാത്രം കൂട്ടി ചോറുണ്ണാം. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു കറി നിങ്ങൾ ഒരുപാട് ഒഴിച്ച് കഴിക്കണം, എന്നാലേ അതിൻ്റെ ടേസ്റ്റ് കിട്ടുകയുള്ളൂ. കുറച്ച് മാത്രം ഒഴിച്ച് കഴിക്കുമ്പോൾ നിങ്ങൾക്ക് കറിയൊന്നും ഒഴിക്കാതെ ഒരു ഫീലാണ് ഉണ്ടാകുക. ഇനി ഇതുപോലെ വെറുതെ അല്ലാതെ പരിപ്പ് കറിയുടെയും സാമ്പാറിൻ്റെ ഒക്കെ കൂടെയും നല്ലൊരു കോമ്പിനേഷനാണ്. അങ്ങനെ വേറെ ഏതെങ്കിലും കറിയുടെ കൂടെ ആണെങ്കിൽ വളരെ കുറച്ച് ഒഴിച്ച് കഴിച്ചാലും മതി. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു ഈസി റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കണം. വീണ്ടും പുതിയ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.